അപ്പോൾ ഇടിവെട്ട് മഴ കണ്ട് സംതൃപ്തി അടയൂ, സായുജ്യമടയൂ. എല്ലാ ചൂടും വേഗമൊക്കെ മാറി ദേവാരം കൊണ്ടിരുന്ന കാലാവസ്ഥയൊക്കെ മാറി ഇതാ അടിപൊളി മഴയായി വേനൽ മഴ ഇറങ്ങിയിരിക്കുകയാണ്. വിമൃത്ത മഴയും കാറ്റും അടുത്ത 5 ദിവസത്തേക്ക് അതിശക്തമായ മഴയുടെ പ്രഭാവമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിശക്തമായ കാറ്റും മഴയുമാണ്. അതുപോലെ ഇടിവെട്ട് മഴ എല്ലാ ചൂടിനും പരിഹാരമാകുന്ന വേനൽ മഴ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിവസത്തെ മഴയ്ക്ക് ശേഷം വീണ്ടും മഴ ഒന്ന് മാറിയതിനു ശേഷം ഇന്ന് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അതിശക്തമായ വേനൽ മഴയാണ്. അല്പസമയം കൊണ്ടാണ് ഈ കാർമേഘങ്ങളിങ്ങനെ ഇരുണ്ടുകൂടി വളരെ പെട്ടെന്ന് ശക്തമായ ഇടിമിന്നലും നല്ല കാറ്റും മഴയുമാണ്. MC റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിശക്തമായ മഴയ്ക്കൊപ്പം ശക്തമായ മിന്നലും കാണാം. ഇടിമിന്നലൊപ്പം വീശിയടിക്കുന്ന കാറ്റും ഇടിവെട്ട് മഴയാണ്. ചൂടിന് എല്ലാ പരിഹാരമാകുന്ന ശക്തമായ മഴയുടെ സാന്നിധ്യം. ശക്തമായ ഇടിമിന്നലാണ് അനുഭവപ്പെടുന്നത്. അതായത് ഈ വെള്ളിടി വെട്ടുന്ന പോലുള്ള മൂന്ന് മിന്നലാണ് ഇപ്പോൾ അനുഭവപ്പെട്ടത്. നല്ല കാറ്റിൻ്റെ സാന്നിധ്യമുണ്ട്. ആ ഊഷരഭൂമിയെ കുളിരണിയിച്ചുകൊണ്ട് വേനൽ മഴ എത്തിയിരിക്കുന്നു. പക്ഷേ വേനൽ മഴയോടൊപ്പം സൂക്ഷിക്കേണ്ടത് അതിശക്തമായ കാറ്റും ഒപ്പം ഇടിമിന്നലും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ശക്തമായ ഏതാണ്ട് 3 മിന്നലിൻ്റെ സാന്നിധ്യമാണ് ഇപ്പോൾ ഉണ്ടായത്. വാഹനങ്ങളൊക്കെ വേഗത്തിൽ കടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള അതിശക്തമായ മഴയാണ്. അപ്പോൾ എന്തായാലും എത്ര കടുത്ത ചൂടിനെയും ഒരു 10 മിനിറ്റ് നേരത്തെ മഴ കൊണ്ട് അതിജീവിക്കുമെന്നുള്ള തെളിവാണിത്. 2 ദിവസത്തേക്ക് എന്തായാലും ഈ മഴയുടെ സാന്നിധ്യം ഭൂമിയെ തണുപ്പിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഈ ഡാമിനി എന്ന സൈഡിൽ ഈ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കുറച്ചു മുമ്പ് വന്നിരുന്നു. അതിനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലാണ് ശക്തമായ 3 മിന്നലിൻ്റെ സാന്നിധ്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞ് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പവർ സപ്ലൈ ഫെയിലർ ഈ മിന്നലും കാറ്റും വന്നതോടെ കറണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. എന്തായാലും കറണ്ടിനൊക്കെ ബുദ്ധിമുട്ടെങ്കിലും പുറത്തിറങ്ങാൻ കഴിയാത്ത, അല്ലെന്നുണ്ടെങ്കിൽ മുറിക്കുള്ളിൽ ഇരിക്കാനും പുറത്തിറങ്ങാനും കഴിയാത്ത ഒരു ഉഷ്ണത്തിൻ്റെ അന്തരീക്ഷത്തിന് ഈ മഴമേഘങ്ങൾ മാറ്റം വരുത്തും. 15 മിനിറ്റ് കൊണ്ട് പെയ്തുകൊണ്ട് നിൽക്കുന്ന ഇത് MC റോഡിലാണ്. MC റോഡിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് സദാനന്ദപുരത്തിന് സമീപമാണ്. ശക്തമായ മഴയും ഇടിയും മിന്നലുമൊക്കെ അനുഭവപ്പെടുന്നു. പക്ഷേ ദൂര സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ മഴയില്ലാത്ത സ്ഥലങ്ങളിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവർക്ക് അല്പം വിഷമമുണ്ടാവും. എങ്കിലും ഇത് സന്തോഷം പകരുന്ന ദൃശ്യങ്ങളാണ്. ഇത് MC റോഡിലാണ്. കരിക്കം സദാനന്ദപുരം കൊട്ടാരക്കരയ്ക്കും വാളകത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. 5 ദിവസത്തേക്ക് ശക്തമായ വേനൽമഴയുടെ സാന്നിധ്യം കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നുണ്ട്.
എല്ലാ ദിവസവും ഇടിമിന്നലിൻ്റെ സ്വാധീനം ഉണ്ടാകും. കാരണം അത്ര കടുത്ത വേനലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഹൈ വോൾട്ടേജ് മേഘങ്ങളുടെ സ്വാധീനം വേനൽ മഴയിലുണ്ടാവും. അപ്പോൾ 2 മണി കഴിഞ്ഞ് ഏത് സമയവും ഇടിമിന്നലിൻ്റെ സാന്നിധ്യം ഉണ്ടാവാം. പുറത്തിറങ്ങുന്നവർ വളരെയധികം സൂക്ഷിക്കണം. എൻ്റെ ചേട്ടാ, പഴയ വീഡിയോ അല്ല, ലൈവല്ലേ, കണ്ടുകൂടെ? ലൈവായിട്ട് കാണിക്കുന്നൊരു പഴയ വീഡിയോ എന്ന് പറയുന്നത് എന്താ ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്നത്? ഇടി അടുത്ത മിന്നിലൂടെ വന്നിരിക്കുന്നു. പഴയ വീഡിയോ അല്ല, ലൈവാണ്. കാറൊക്കെ ഇറങ്ങി വരുന്ന വെള്ളത്തിൽ ഇങ്ങനെ അതുപോലെ ചുട്ട് പൊള്ളുന്ന ചൂടിൽ ഇങ്ങനെ വാഹനങ്ങൾ, ഈ കാറുകളിലോ ബസ്സുകളിലോ ഒന്നും സഞ്ചരിക്കാൻ കഴിയാത്ത, ഇരുചക്ര വാഹനത്തിലൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിന് അല്പം ആശ്വാസം പകരുന്നതാണ് ഈ ദൃശ്യങ്ങൾ. 5 ദിവസത്തെ ശക്തമായ വേനൽ മഴ. ഒരു പക്ഷേ ഈ വേനൽ മഴയും കാറ്റും ഇടിമിന്നലും കാലാവസ്ഥയിലെ വ്യത്യാസമൊക്കെ കൃത്യമായ മൺസൂണിനെ എത്തിക്കാൻ കൂടി ഉപകരിക്കും. ഈ ചക്രവാതങ്ങളും ഇപ്പോഴുണ്ടാകുന്ന മഴയും കാറ്റുമൊക്കെയാണ് വരുന്ന മൺസൂണിനെ കൃത്യമായി കേരളത്തിലേക്ക് എത്തിക്കുക. എൽ നിനോ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി മൺസൂണിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ മൺസൂണിൻ്റെ വരവ് വൈകുമെന്നും മൺസൂൺ കുറവ് എന്നുമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിനോ അല്ലെങ്കിൽ ഭൗമ നിരീക്ഷണ ശാസ്ത്രജ്ഞർക്കൊന്നും പറയാൻ കഴിയാത്ത വിധം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അടുത്ത സമയത്തൊന്നും മഴ ഉണ്ടാവില്ലെന്ന് പ്രഖ്യാപിച്ച് വളരെ പെട്ടെന്ന് മാറ്റി വിധി എഴുതി കടുത്ത വേനൽ മഴ 5 ദിവസത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ ഇടിവെട്ട് മഴ അനുഭവപ്പെടുന്നത്. മഴ എത്തിയത് തന്നെ വളരെ ശക്തമായ കാറ്റ് വീശിയടിച്ചുകൊണ്ടാണ്. അതിനുശേഷം ഏതാണ്ട് 20 മിനിറ്റോളമായി ഇങ്ങനെ നിന്ന് പെയ്യുന്ന ദൃശ്യമാണ്. അപ്പോൾ ശക്തമായ ദൂരെ ഇരുന്ന് കാണുന്നവരെ സംബന്ധിച്ച് ഇതൊരു സന്തോഷം പകരുന്ന ദൃശ്യങ്ങളാണ്. കാരണം അവർക്ക് ചുട്ടുപൊള്ളുന്ന വേനലിലായിരിക്കും അവരുടെ അവസ്ഥ. 6 മണി 7 മണിയായാലും അന്തരീക്ഷം തണുക്കില്ല. മുറിക്കുള്ളിലൊക്കെ തണുക്കണമെങ്കിൽ പുലർച്ചയായാൽ പോലും തണുപ്പെത്താത്ത സാഹചര്യമാണ്. എന്തായാലും ഈ പരിസരത്തിൽ ഇതിന് ചുറ്റളവിൽ ഉള്ള കുറേ ദൂരം പ്രദേശങ്ങളിലെങ്കിലും അന്തരീക്ഷം നല്ല രീതിയിൽ തണുത്തു കഴിഞ്ഞു. അത്ര ശക്തമായ മഴയാണ് പെയ്യുന്നത്. അപ്പോൾ മഴ അവസാനിക്കുന്നില്ല, മഴ തുടരുകയാണ്. മഴയുടെ സാന്നിധ്യം അത്ര ശക്തമായ മഴമേഘങ്ങളാണ്. വെറും സാധാരണ രീതിയിൽ ഇങ്ങനെ വീശിയടിച്ച് കീറിയടിച്ചങ്ങ് പോവല്ല. അതിശക്തമായ മഴയിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ച് ഭൂമി നല്ലവണ്ണം തണുത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ മഴയ്ക്കൊപ്പം മഴ വെറുതെ വന്നതല്ല, കാറ്റും ഇടിയും മിന്നലും ഒക്കെയായി ഒരു കോലാഹലത്തോടെയാണ് ഇന്നത്തെ വേനൽ മഴ എത്തിയത്. താഴ്ന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം പൊങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വാഹനങ്ങൾ വേഗത്തിൽ കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ അതിശക്തമാണ് മഴ. മഴയുടെ MC റോഡിലാണ്. MC റോഡിൽ വാളകത്തിനും കൊട്ടാരക്കരയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ്. അത്ര ശക്തമായ മഴയാണ് കാണുന്നത്. മഴ തുടരുകയാണ്. മഴ അവസാനിക്കുന്നില്ല, അതിശക്തമായി തുടരുകയാണ്. സാധാരണ രീതിയിലല്ല, നല്ല ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. അപ്പം മെയ് ഏതാണ്ട് പകുതിയോടടുക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 5 ദിവസം മഴയെന്ന് പറയുമ്പോൾ ഏതാണ്ട് മെയ് പകുതിയിലേക്ക് എത്തും. അപ്പോൾ ഒരുപക്ഷെ ഈ കാലാവസ്ഥാ മാറ്റം ഇപ്പോഴത്തെ മൺസൂണിനെ ജൂൺ മുതൽ ആരംഭിക്കേണ്ട ഇടവപ്പാതി ഒരുപക്ഷെ കൃത്യമായി എത്തിച്ചേക്കാം. ഓരോ മഴയും അടുത്ത ന്യൂനമർദ്ദങ്ങളിലേക്കും ചക്രവാതങ്ങളിലേക്കൊക്കെ എത്തിക്കുന്ന ചക്രവാതങ്ങളും കാറ്റിൻ്റെ ഗതിയുമൊക്കെയാണ് ഓരോ വർഷത്തെയും മൺസൂണിനെയും
കൃത്യമായി നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും പൊള്ളുന്ന ചൂടിനും ഇന്നും പല സ്ഥലങ്ങളിലും പുനലൂരും മറ്റും ഈ ഉഷ്ണതാപം അല്ലെങ്കിൽ സൂര്യതാപം ഏറ്റ് പൊള്ളലൊക്കെ ഏറ്റിരുന്നു. ഏതായാലും ഇത്തരത്തിൽ 5 ദിവസത്തേക്കൂടെ മഴയുണ്ടാകുമെന്നുള്ളൊരു വേനൽ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് സന്തോഷം പകരുന്നതാണ്. ഈ ചൂടിൽ നിന്നും ആശ്വാസം കിട്ടും. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിലും ഉള്ള വെള്ളം വേനൽ കടുത്ത് കൂടുതൽ ഇറങ്ങിപ്പോകാതെ കിണറുകളിലൊക്കെ ഉള്ള വെള്ളം നിലനിർത്താനെങ്കിലും സഹായിച്ചേക്കും ഈ ശക്തമായ ഇത്തരത്തിലുള്ള വേനൽ മഴ. അങ്ങനെ തുള്ളിക്കൊരു കൂടം പേമാരി പോലെ മഴ ഇങ്ങനെ ആർത്തലച്ച് സന്ധ്യയോടടുത്ത് മഴ ഇങ്ങനെ ആർത്തലച്ചെത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അങ്ങനെ മഴ പെയ്യട്ടെ, ചൂട് കുറയട്ടെ, രോഗങ്ങൾ കുറയട്ടെ, അല്ലെങ്കിൽ സൂര്യതാപമേക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നു. പുനലൂരിനോടടുത്ത് കിടക്കുന്നുണ്ട്. ഈ പ്രദേശത്തൊക്കെ ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷമാണ്. ഏതാണ്ട് അരമണിക്കൂറിനോടടുത്ത് ഈ മഴ തുടരുകയാണ്. ഇത് MC റോഡിൽ കൊട്ടാരക്കരയ്ക്കും വാളകത്തിനും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് കരിക്കും. ഇതിലെ പോയി കഴിയുമ്പോൾ പെട്ടെന്നാണ് മഴ എത്തിയത്. പെട്ടെന്ന് കാരുകൾ മൂടി കാറ്റും ഇടിയും മഴയുമൊക്കെയായി ആർത്തലച്ചങ്ങ് പെയ്യുകയാണ്.